എൻ്റെ കുഞ്ഞിൻ്റെ പാട്ടൊന്ന് കേൾക്കണേ. അയ്യോ വീടില്ല ഏകമോട് പാടത്തെ ഏത് കാത്തല്ലോ കിയ കിയ കുടീന കിയ കിയ കോ കിയ കിയ കുടീന കിയ കിയ കോ. എൻ്റെ അപ്പൂസിനെ കിടത്തി ഉറക്കാൻ നേരം അവൻ എന്നെ പാടി കേൾപ്പിച്ച പാട്ടാണ് കേട്ടോ. അവൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടാണ്. ഒപ്പം ആക്ഷൻ സോങ്ങും ഉണ്ട് കേട്ടോ. ആ പാടുന്നത് കേൾക്കാൻ ഒരു രസമാണേ. പിന്നെ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെന്ന് കൂടെ പറയാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാല് കയറ്റാറാണ്. ഞാൻ എൻ്റെ കാല് ഇച്ചിരി ഓയിൻമെൻ്റൊക്കെ പെരട്ടി ഞാൻ അവിടെ ഇങ്ങനെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അഭിമോള് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ 2 ബിസ്ക്കറ്റും കഴിച്ചു നിർത്തി. അപ്പോൾ അപ്പൂസും ബിസ്ക്കറ്റും കൊണ്ട് വന്നിട്ട് അതിൽ നിന്നും പറക്കിയിട്ട് എനിക്ക് ഓരോ ബിസ്ക്കറ്റും വായി വെച്ചെന്ന് തന്നെ കഴിപ്പിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ അല്ല ഞാൻ വീഡിയോ എടുത്ത് വെക്കുകയെ. അത് നാളെയാണ് നമുക്ക് കാണാമല്ലോ. അപ്പം അവർ എഴുതാമ്പം അവരെയും കാണിക്കാം. അപ്പോൾ എൻ്റെ കാൽവേദന അറിഞ്ഞ കാരണം എൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിലുള്ള ചേച്ചി എനിക്ക് ഈ ഒരു ഓയിൽ കൊണ്ടു തന്നെ. ആ ഓയിൽ പുരട്ടിയപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് അഭിമോള് തന്നെത്താനെ പോയിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് ചേട്ടായി വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് പത്തിരിയും ഉണ്ടമ്പൊരിയും സമൂസയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വൈകിട്ട് പള്ളിയിൽ പോയി കേട്ടോ. പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അവയ്ക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പിയാനോ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മ്യൂസിക്കൽ ഡേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കിടന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. അഭിമോളെ കുറച്ച് നേരം കൂട്ടിയിരുന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അഭിമോളെ കിടന്നുറങ്ങിപ്പോയി. അപ്പൂസും എൻ്റെ ഒപ്പം വന്നിരുന്നായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ അതും ഇതുമൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവനെ ചേട്ടായിടത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെയ്തത്. അങ്ങനെ ഒരു വിധത്തിൽ പിയാനായി കൊണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോഴേക്കും ഇത്തിരി ലേറ്റായി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒപ്പിച്ചെടുത്ത പിയാനോ. സ്കൂളിൽ കൊണ്ട് കൊടുത്തപ്പോൾ മിസ്സ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. തലേദിവസം മീൻകറിയൊക്കെ വെച്ചിരുന്ന കാരണം പിറ്റേ ദിവസം രാവിലെ എളുപ്പമായി. മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരനുമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ വൈകിട്ട് അപ്പൂസ് സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചായ കൊടുത്ത് പിന്നെ പാത്രങ്ങളിലൊക്കെ 1-2 കഴിവുണ്ടായിരുന്നു. അതും കഴുകിയിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് ബുധനാഴ്ച രാവിലെ കേട്ടോ, അപ്പൂസിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് മുമ്പ് അവിടെ കുറേ ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം അവിടെ നിന്ന് സിസ്റ്റർ ഒരു വീഡിയോ കാണിച്ചു തന്നു. അതുപോലെ ഉണ്ടാക്കാനാണ്. അതിനകത്ത് പിള്ളേർക്ക് അന്ന് വാർഷികത്തിൻ്റെ അന്ന് അവർ ബൊക്ക പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ബൊക്കയല്ല, കൊട്ട പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ഞങ്ങൾ സിസ്റ്ററിനെ കാണിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ബാക്കി ഉണ്ടാക്കാൻ ഉച്ച കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ പേപ്പറൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഇത് നമ്മൾ പുതിയൊരു സംരംഭം വീണ്ടും തുടങ്ങിയതാണ്. അബേലിയ ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഞങ്ങൾ നിന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വളരെ വില കുറഞ്ഞ റേറ്റിലാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. കോട്ടൺ നൈറ്റികളാണ്, ഹാഫ് സ്ലീവാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അബേലിയ ഡിസൈൻസ് എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.